ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അൻ ഓർഡിനറി UKML എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ ഈ 10 വർഷത്തെ PR കുറിച്ചുള്ള ചർച്ചകൾ ആണ് എയറിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു ശതമാനം ആൾക്കാരും പാനിക്കായിട്ടുണ്ട്. എന്താണ് ഇനി എന്നുള്ളതിനെക്കുറിച്ച്. ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് ഭീതി പടർത്തുന്ന രീതിയിലാണ് ന്യൂസുകൾ വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് കാര്യങ്ങളെന്നുള്ളത്. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളിപ്പോൾ കേട്ട് കാണും, അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് നമ്മുടെ നാട്ടിൽ ധവളപത്രം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംവിധാനം. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് ആദ്യം ഒരു പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്കാട്ട് മുമ്പ് പബ്ലിക്കിൻ്റെ നിന്ന് ഫീഡ്ബാക്കൊക്കെ എടുത്ത് അതിനെക്കുറിച്ചുള്ള കുറച്ച് ചർച്ചകളൊക്കെ നടത്തി അങ്ങനെയാണത് പാർലമെൻറ്റിൽ അത് ഒരു ലോ ആയിട്ട് മാറുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ധവളപത്രം എന്ന് പറയുന്ന അധികവും അതൊരു പോളിസി ആയതിനു ശേഷം എന്താണത് എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു ഇൻഫർമേഷനാണ് ഈ ധവളപത്രം എന്ന് പറയുന്നത്. അത് കുറേ കൂടി പൊളിറ്റിക്കലാണ്. ഇത് നടക്കാൻ പോകുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ മറ്റത് മിക്കവാറും നടന്നൊരു കാര്യമായിരിക്കും. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ എന്തെങ്കിലും വല്ല വ്യത്യാസങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ മാത്രമേ ഇനി മുതൽ ആൾക്കാർക്ക് PR കിട്ടാനുള്ള സാധ്യതകളുള്ളൂ, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള സാധ്യതകളുള്ളൂ. ഇനി ഈ സിറ്റുവേഷനിലേക്ക് ഇവർ എത്തിച്ചൊരു കാര്യം നമുക്ക് നോക്കാം. 2018-19 മുതൽ തന്നെ ഇതിൻ്റെ പല റഫറണ്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നെറ്റ് ഇമിഗ്രേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നെറ്റ് ഇമിഗ്രേഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറേ നാളായിട്ട് നടക്കുന്നതാണ്. പോയിൻറ്റ് ബേസ്ഡ് സിസ്റ്റം വരാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് ഇവർ ഒരു ദിവസം 2 ദിവസം കൊണ്ട് എത്തിയതല്ല. അതിന് പുറകിൽ കുറേ വർഷങ്ങളുടെ ഒരു കാര്യങ്ങളുണ്ട്. അതിന് ശേഷമാണ് ഈ രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവരുടെ പോളിസികളിലെ എന്താ പറയുക വ്യത്യാസം കൊണ്ടായിരിക്കാം ഇത് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഇത് എന്താ പറയുക നല്ല രീതിയിൽ ആവുന്നതിന് പകരം ഇത് മോശം രീതിയിൽ ആയിത്തീർന്നു ഈ നെറ്റ് ഇമിഗ്രേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്കിൽഡ് വർക്കേഴ്സ് വരുന്ന സ്ഥലത്ത് അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുകൾ വന്ന് ഒരുപാട് ചാടി. ഇപ്പം പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള ആൾക്കാരുകളൊക്കെ അങ്ങനെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുകളായിരിക്കാൻ സാധ്യതയില്ല. നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അതിനൊന്ന് സാഹചര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ വരാനായിട്ട്. അത്തരത്തിലുള്ള ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഷോർട്ടേജുകളൊക്കെ ഇവിടെ മാറി തുടങ്ങി. ഇവിടെ പിന്നെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുകളുടെ ഷോർട്ടേജ് മാത്രം ആയി തുടങ്ങി. പക്ഷേ അപ്പോഴും ഇവർക്ക് വിചാരിച്ച പോലെ ഹൈലി സ്കിൽഡ് ആൾക്കാരുകളെ കിട്ടുന്നില്ലായിരുന്നു. അതിന് പകരം വീണ്ടും ഇത്തരത്തിലുള്ള ആൾക്കാരാണ് വന്ന് ചാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്വിയസ്ലി ഇവിടുത്തെ വർക്ക് ഫോഴ്സ് ആകെ താളം തെറ്റും. മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പോളിസികളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവർക്ക് പല സമയത്തും റെഫ്യൂജികളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് റെഫ്യൂജികളെ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതങ്ങനെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുകളെ കെയർ ചെയ്യാൻ പറ്റാത്ത സമയത്ത് പോലും പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇവർക്ക് കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹോട്ടലുകളിലൊക്കെ താമസം കൊടുത്തു, അങ്ങനെ ചെയ്തെന്നൊക്കെ. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം UK വാതിലൊരു സമയത്ത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് വരെ തുറന്നിരിക്കാനെന്ന് വിചാരിച്ചു. ഇതേപോലെ മറ്റു രാജ്യങ്ങളുണ്ട് നമുക്ക് പോകാനായിട്ട്. നമ്മൾ എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് എടുക്കണമല്ലോ. പല രാജ്യങ്ങളുണ്ട് ഇതേപോലെ. നമ്മൾ മലയാളികളല്ലേ, ഒരു വാതിൽ അടഞ്ഞാൽ 9 വാതിൽ തുറക്കും. നമ്മൾ എന്താ പറയുക, പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. അവിടെയൊക്കെ നമ്മൾ ചെന്ന് ഫ്ലറിഷ് ചെയ്യും. അങ്ങനെ ജീവിക്കും. ഇമിഗ്രേഷൻ അങ്ങനെ ഒന്നും, അതായത് ആൾക്കാരുകളുടെ പലായനം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോടുള്ള പലായനം അങ്ങനെ ഒരിക്കലും നമുക്ക് നിർത്തി വയ്ക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും എല്ലാവരെയും ആവശ്യമൊക്കെ തന്നെയാണ്. കുറച്ച് നാളൊക്കെ ചിലപ്പോൾ അങ്ങനെ തടഞ്ഞു വയ്ക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാലും, അതായത് നാളെ ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ആയാൽ പോലും നമുക്ക് വേറെ രാജ്യങ്ങളുണ്ട് പോകാനായിട്ട്. ഓസ്ട്രേലിയ ഉണ്ട്, അതുപോലെ തന്നെ പോളണ്ട് ഉണ്ട്, അതുപോലെ എന്താ പറയുക ബെൽജിയം ഉണ്ട്. പിന്നെ അത് ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടായിരുന്നു, ഈ ജമൈക്കയിലൊക്കെ അതുപോലെ തന്നെ പോയി കഴിയുമ്പോൾ നേഴ്സസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, IELTS പോലും ഇല്ല എന്നാണ് ഞാൻ കേട്ടത്.
തരക്കേടില്ലാത്ത ശമ്പളം ഉണ്ട് അത്ര. അപ്പോൾ അവിടെയൊക്കെ ശ്രമിച്ച് നോക്കാം നമ്മുടെ ആൾക്കാർക്ക്. ഇങ്ങനെ അധികം ആൾക്കാരൊന്നും അങ്ങനെ പോയിട്ടില്ലെന്ന് തോന്നുന്നു അവിടെയൊന്നും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളാവുക എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ പുതിയ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്താൻ ആൾക്കാരെ സഹായിക്കുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇപ്പം നമ്മളിനി വരാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇവിടെ ഉള്ള ആൾക്കാരെ കുറിച്ച് നോക്കുമ്പോൾ, ഇവിടെ നിലവിലുള്ള ആൾക്കാരെ കുറിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോഴും കംപ്ലൈൻറ്റുകൾ പറയുന്നൊരു മേഖലകളുണ്ട്. അതായത് NHSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, നമ്മൾ GP5 അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, അതുപോലെ ഇവിടുത്തെ സാലറി കൂടുന്നില്ല, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നു. ഇതങ്ങനെ ഒന്നും വെറുതെ സംഭവിച്ചതല്ലല്ലോ. ഇതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറ്റാത്ത രീതിയിൽ ആയി തീർന്നതൊക്കെ. ഒരു രാജ്യത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത്തരത്തിലുള്ള ചില സ്ട്രോങ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അറ്റ്ലീസ്റ്റ് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മുമ്പോട്ട് പോകാനായിട്ട്. ഈ കൺട്രി എന്താ പറയുക, ഒരു ഗ്രോത്ത് ഇല്ലാതെ, എക്കണോമിക്കലി ഒരു ഗ്രോത്ത് ഇല്ലാതെ ഇത് എന്താ പറയുക, വളരെ കഷ്ടപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചെങ്കിലും അതൊരു പോസിറ്റീവായിട്ട് വരുമല്ലോ. എന്ന് വിചാരിച്ച് ഇനി ഇങ്ങോട്ട് ആരും വരണ്ട, ഞങ്ങൾക്ക് ശേഷം പ്രളയം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഏത് രാജ്യത്തും കുറച്ച് നാളൊക്കെ ഒരുപാട് അതായത് നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് മിഗ്രേഷൻ കൂടി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. ഇപ്പം ഞങ്ങളൊക്കെ വരുന്ന സമയത്തിന് കുറച്ച് നാൾ മുമ്പ് ഇതേപോലെയുള്ള ഗ്യാപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. കുറച്ച് നാൾ അവർ അടച്ചിടും, അത് കഴിയുമ്പോൾ വീണ്ടും ഷോർട്ടേജ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും തുറക്കും. അങ്ങനെയൊക്കെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. കാരണം ഏത് രാജ്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ തമ്മിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ വേറെതിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ UK. പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ. മറ്റ് പല രാജ്യങ്ങളും അവർ പറയുമ്പോഴൊക്കെ എല്ലാം പറയുന്നുണ്ടെങ്കിലും അവരുടെ തന്നെ സ്വന്തമായിട്ടുള്ള പല പോളിസികളും വെച്ചിട്ട് അവർ ഈ റെഫ്യൂജികളൊക്കെ ഒരുപാട് ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ പോളണ്ടൊക്കെ വളരെ ശക്തമായ സ്റ്റെപ്പുകളാണ് എടുത്തിട്ടുള്ളത് ഇവർക്കെതിരെ. നിങ്ങളല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കിക്കോ, യൂറോപ്യൻ യൂണിയനിലെ ഒരുപാട് രാജ്യങ്ങൾ നമ്മളിപ്പോൾ പറയും 5 കൊല്ലം കഴിയുമ്പോൾ ഇവിടുത്തെ PR കിട്ടും, പെർമനൻറ്റ് റെസിഡൻസി കിട്ടും. അത് കഴിയുമ്പോൾ 6ാമത്തെ വർഷം നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും എന്ന് ആയിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് സിസ്റ്റം. ഇത് ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാലും മറ്റു പല രാജ്യങ്ങളിലും അത്ര എളുപ്പത്തിൽ ഇത് നടക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പല രാജ്യങ്ങളും 5 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് 8ഉം 9ഉം കൊല്ലം വരെയൊക്കെ പോകുന്ന രാജ്യങ്ങളുണ്ട്. ഇറ്റലി പോലത്തെ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ചെക്കോസ്ലോവാക്യയാന്ന് തോന്നുന്നു, അതുപോലെ അങ്ങനെ ഒരു രാജ്യം. കാരണം അവിടുത്തെ തന്നെ എന്താ പറയുക, പരീക്ഷകളും കാര്യങ്ങളും എഴുതി പാസ്സാണ് അവിടുത്തെ ആ ലാംഗ്വേജിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ അവിടെ ഡിഗ്രി എടുത്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുക്കത്തുള്ളൂ. ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഉള്ളതിൽ താരതമ്യേന ഭേദത്തിൽ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ UK സിറ്റിസൺഷിപ്പ് ആയിക്കോട്ടെ, PR ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ അത് നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. കം ബാക്ക് ടു ദ പോളിസി. ഇവരെന്താ പറയണമെന്നുണ്ടെങ്കിൽ ഇനി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുകൾ മാത്രമേ ഇവിടെ വരാൻ സമ്മതിക്കുള്ളൂ. നേരത്തെ വന്ന പോലെ കെയറേഴ്സിനെയോ മറ്റോ അത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഇനി വരാൻ സമ്മതിക്കില്ല. 2026 ശേഷം 28 ആ ഒരു സമയത്തൊക്കെയാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയം പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും എൻ്റെ സമയങ്ങൾ ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മതി ഇവർക്ക് ഇനി മുതൽ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയ ആൾക്കാരുകൾ, അല്ലെങ്കിൽ നാട്ടിൽ അത്തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുകൾ, അവരെയൊക്കെ മാത്രം മതി ഇനി ഇങ്ങോട്ട് ഇവർക്ക് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഇനി പോയിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അവരുദ്ദേശിച്ച എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ ആ ആൾക്കാർക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ PRും സിറ്റിസൺഷിപ്പും ഒക്കെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിന് സാധ്യതയില്ല എന്നർത്ഥം. പിന്നെ ഇവിടെ എല്ലാ കാലത്തും നിലനിന്നുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ, ഒരു 10 ഇയർ റൂട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതായത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലായിക്കോട്ടെ, അതുപോലെ എന്താ പറയുക, ഇനി മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിസയിലായിക്കോട്ടെ, നിങ്ങൾ വന്ന കാലം മുതൽ 10 കൊല്ലം വരെ ഇവിടെ ഇൻ ആൻഡ് ഔട്ടായിട്ട് നിന്നു. പക്ഷേ ഈ പറഞ്ഞ സമയത്തിനുള്ളൊരു പരിധി, ഒരു എത്ര ദിവസത്തെ ഒരു കണക്ക് പറയുന്നുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 ഇയർ റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പ്ലാനുണ്ട്. അതിനകത്ത് നമുക്ക് PRും സിറ്റിസൺഷിപ്പൊക്കെ കിട്ടും. അതിപ്പോഴും അത് മാറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരന് അങ്ങനെ കിട്ടിയായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അവർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നതാണ്. അവന് എന്താ പറയുക, വിസകളും കാര്യങ്ങളൊക്കെ കുറേ മാറി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവന് വർക്ക് പെർമിറ്റ് ആവുന്നതിനെക്കാട്ട് ഒരു 3-4 കൊല്ലം വരെയൊക്കെ, 4 തോന്നണം, അതിലും ഒരുപാട് നാൾ വരെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ നിന്നായിരുന്നു അവൻ. അങ്ങനെ വർക്ക് പെർമിറ്റ് ആയിട്ട് പിന്നെ കുറച്ച് നാൾ കൂടി വേണ്ടി വന്നുള്ളൂ ടോട്ടൽ ഈ 10 ഇയർ റൂട്ട് പ്ലാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ആ ടോട്ടൽ 10 ഇയർ റൂട്ടായി 10 ഇയേഴ്സ് ആയപ്പോൾ അവന് PR ആയി. ഇപ്പം ആയിട്ട് കുറച്ച് നാളായി, ഒരു വീടൊക്കെ എടുത്ത് ഇവിടെ അങ്ങനെ കൂടി. അപ്പോൾ ഈ പോളിസിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നേരത്തെ പറഞ്ഞ ആ പോയിന്റുകളോട് തുടർച്ചയായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, ഇനി ലാംഗ്വേജ് ടെസ്റ്റുകളൊക്കെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഗ്രാജുവേഷൻ ലെവലിലുള്ള ആൾക്കാർക്കൊക്കെ മാത്രമാണ് ഇനി ഒരു വിസ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഇനി തുടർന്ന് ഇവിടെ വന്നതിന് ശേഷമുള്ള ബാക്കിയുള്ള എന്ത് ലാംഗ്വേജ് ടെസ്റ്റുകളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ഇവർ പറയുന്ന ഒരു A-ലെവൽ സ്റ്റുഡൻറ്റിൻ്റെയൊക്കെ അത്രയും വരുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരിനി മുതൽ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുള്ളൂ. അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായിക്കോട്ടെ, അതായത് സ്റ്റുഡൻസായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കും സേർട്ടൺ ഇവരുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളിലോട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു സമയത്തുണ്ടായിരുന്നല്ലോ, എന്താ പറയുക, കാക്കത്തൊള്ളായിരം യൂണിവേഴ്സിറ്റിയിലൂടെ ഉണ്ടായിരുന്നു. പലതും എല്ലാവരും വരാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ചെയ്യുന്നതാണെങ്കിലും അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ദോഷമായി തുടങ്ങി. കാരണം പല യൂണിവേഴ്സിറ്റികളും അടച്ചു, പല കോളേജുകളും നിർത്തിപ്പോയി, അവരുടെ ലൈസൻസുകൾ നഷ്ടപ്പെട്ടു. ഈ വന്ന പാവങ്ങളുടെ തന്നെ എത്രയോ ആൾക്കാരുടെ കാശ് പോയിട്ടുണ്ടെന്നറിയാം. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരുപാട് ആൾക്കാരുകൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാരുകളെ പറ്റിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നല്ലൊരു കാശുണ്ടാക്കിയ ഒരു കാലഘട്ടം പോയി കഴിഞ്ഞു പോയത്. ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർ സിസ്റ്റത്തെ ഒരുപാട് അബ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ ഒരു മറ്റു വശം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ സമാധാനിക്കുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനി ഇത്തരത്തിലുള്ള മെഷേഴ്സൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ഇക്കോണമിയിലുള്ളൊരു ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വേണമല്ലോ നമുക്ക് വിചാരിക്കാനായിട്ട്. ഏതൊരു കാര്യം നടക്കുമ്പോഴും അതിൻ്റെ പോസിറ്റീവ് സൈഡും കൂടി നോക്കിയിട്ട് വേണമല്ലോ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ജീവിതം എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ വരാനുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ വിചാരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അതിൽ നിർവാഹമുള്ളൂ അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇവിടെ വരാൻ സാധിക്കാത്ത ആൾക്കാരുകൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രമിച്ച് അവിടെയും കൂടിയും പോകാൻ നോക്കുക. പറയാൻ പറ്റത്തില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പോളിസികളൊക്കെ പിന്നെയും മാറാം. കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കത്തില്ല. ഇവർ ഈ തീരുമാനിച്ച കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന തന്നെയാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു രീതിയിൽ. എന്നാലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഇലക്ഷനിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മുനിസിപ്പൽ ഇലക്ഷൻ പോലത്തെ ഒരു ഇലക്ഷൻ കൂടെ കഴിഞ്ഞു പോയായിരുന്നല്ലോ. ആ ഇലക്ഷനിൽ ഇവിടെ ഉണ്ടായിരുന്ന റീഫോം പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വളരെ ശക്തമായ രീതിയിൽ വോട്ട് കയറി വന്നിട്ടുണ്ട്. അവരൊക്കെ അവരുടെ മുമ്പിലൊക്കെ നമ്മുടെ ഇവിടുത്തെ ലേബർ പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില സ്റ്റെപ്പുകൾ എടുത്തേ പറ്റൂ. അത് അങ്ങനെ അവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളെ കൊണ്ടും കൂടിയിട്ടും അത് ചെയ്തേ പറ്റൂ. എന്നാലാണ് ഈ കൺട്രിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. പിന്നെ അനാവശ്യമായ ഭീതി ജനങ്ങളുടെ ഇടയിൽ പരത്താണ്ടിരിക്കുക. ഇനി അങ്ങോട്ടുള്ള ആൾക്കാരുള്ള കാര്യങ്ങൾ ഇന്നതായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ആൾക്കാരെ അറിയിക്കാം. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് വെറുതെ പറഞ്ഞവരെന്ന് പറഞ്ഞ് പരത്തി പേടിപ്പിക്കാതെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ അവരോട് എന്താ പറയുക, അതിൻ്റെതായ രീതിയിലുള്ള സൈറ്റുകളിൽ പോയി ചെക്ക് ചെയ്യാൻ പറയാം, ഫാക്ട് ചെക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ അറിയാൻ പറ്റും. അല്ലാതെ നമ്മൾ പാനിക്കായിട്ട് അയ്യോ നിലവിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വിസ പുതുക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഇനി അങ്ങനെയുള്ളൊരു പ്രശ്നം വരത്തില്ല ഇവിടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് നിയമം വരുമ്പോഴും ആ നിയമം ഇംപ്ലിമെൻ്റ് ആയതിനു ശേഷം മുതൽ പിറ്റേ ദിവസം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അതായത് അതുവരെയുള്ള ആൾക്കാർക്ക് മുമ്പേ നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ല. ഇനി വരാൻ പോകുന്ന ആൾക്കാർക്ക് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് വേവലാതി ഉണ്ട്. നമ്മുടെ പല ആൾക്കാരുകളും ഇതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു, അങ്ങോട്ട് ചർച്ച ചെയ്തായിരുന്നു. അവർക്കൊന്നും നിലവിലൊരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയാണ് അറിഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, സി യ.